ഈ നിസ്കാരം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നില്ല, ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഖുർആനിലില്ല. നോമ്പ് നോക്കണത് എങ്ങനെയാണെന്നില്ല, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നില്ല, ഈ ഷഹാദത്ത് കലിമ പോലെ എങ്ങനെയാണെന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു സങ്കല്പത്തിലിട്ടോ, ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരുമാടെ കൂടിയിട്ട് പള്ളിക്ക് നിസ്കരിക്കാൻ പോയി. പള്ളിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് കണ്ട വേറൊരാൾ എന്നോട് ചോദിച്ചു, അല്ല എവിടേക്കപ്പം നിങ്ങൾ പോയി വരുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരുമാടെ കൂടിയിട്ട് എന്തായി പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വരികയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയാം, ഞാനും എൻ്റെ കൂട്ടുകാരായ സക്കീറും ഹുസൈനും റഫീഖും കബീറും എല്ലാവരും പാടെ കൂടിയിട്ടാണ് നിസ്കരിച്ചാൻ പോയത് എന്ന്. പിന്നെ ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ഒരു സംസാരത്തിന്റെ ഭംഗി എന്നുള്ളത് നീട്ടി വലിച്ച് പരത്തി പറയലല്ല. ആ നീട്ടി വലിച്ച് പരത്തി പറയാൻ വിചാരിച്ച കാര്യത്തെ ചെറിയ സംസാരത്തിൽ ഒതുക്കുക എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ. നിസ്കരിക്കണം, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ അത് എത്രയാണ് കിട്ടുന്നത്? രണ്ടാമത്തെ പ്രമാണമായ ഹദീസ് എന്നാണ്. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ മാത്രമല്ല. അത് അറിയില്ലെങ്കിൽ എൻ്റെ പൊന്നു ആരിഫ് ഹുസൈനെ പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇമാതിരി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാം. കാരണം പഠിച്ചു പറഞ്ഞത് പൊട്ടത്തരെങ്കിലും ആവൂല. കാരണം ഇസ്ലാമിന്റെ പ്രമാണം എന്നുള്ളത് ഫസ്റ്റ് നമ്പർ 1 ഖുർആൻ. ഖുർആനിന് കിട്ടാത്ത കാര്യങ്ങൾ ഹദീസിൽ നിന്ന് കിട്ടും. രണ്ടാമത് ഇനിയുണ്ട് ഇജ്മാ, ഖിയാസ്. ഇതൊന്നും ഈ ചങ്ങായിക്ക് അറിയില്ല. അപ്പൊ മുസ്ലിമായ ഇസ്ലാം മതത്തിലുള്ള ഓരോ വിശ്വാസിക്കും ഈ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ കണ്ടാൽ തന്നെ പ്രവർത്തിക്കാം. ഖുർആൻ ഇല്ലെങ്കിൽ ഹദീസിലുണ്ടോ നോക്കുക, ഹദീസില്ലെങ്കിൽ ഇജ്മാ ആയിട്ട് അഭിപ്രായം ഉണ്ടോ നോക്കുക, അതില്ലെങ്കിൽ ഖിയാസ് ഉണ്ടോ നോക്കുക. ഈ ചങ്ങായിക്ക് ഇതൊന്നും അറിയില്ല. ഇതിന്റെ പൊട്ടത്തരം എന്നുള്ള 2 ടൈപ്പ് ഉണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. ജഹ്ല് മുറക്കബുണ്ട്, ജഹ്ല് ബസീത്തും ഉണ്ട്. ജഹ്ല് ബസീത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പൊട്ടനാണെങ്കിൽ ഞാൻ പൊട്ടനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ജഹ്ല് മുറക്കബ് എന്തായാലും ഞാൻ പൊട്ടനാണ്, എന്നിട്ടും പൊട്ടനാണ് എന്നറിയാതെ ജനങ്ങൾക്കിടയിൽ ഞാൻ ഭയങ്കര ആളാണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുക. നമ്മളെ പൊന്നു ആരിഫ് ചേട്ടൻ ആ വിഭാഗത്തിലാണ്. അപ്പം അത് മെയിൻ്റെ ആക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.